ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഞാൻ റെസിപ്പീസ് ആയിട്ടൊന്നുമല്ല വന്നിട്ടുള്ളത് എന്ന്. ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ SLC ബാച്ചിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പായ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ഒരു ഗെറ്റ് ടുഗദർ ഞങ്ങൾ കരുവാരക്കുണ്ട് ഇക്കോ ടൂറിസത്തിൽ വെച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫാമിലിയിലെ 10ാം ക്ലാസ് വൻ വിജയത്തോടു കൂടി പാസ്സായ കുറച്ച് കുട്ടികളുണ്ടായിരുന്നു. അവരെ ഒന്ന് അഭിനന്ദിക്കാൻ കൂടി വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഗെറ്റ് ടുഗദർ. അപ്പോൾ ഇത് കരുവാരക്കുണ്ടിലെ ചേറുമ്പ് ഇക്കോ ടൂറിസമാണ്. ഒരു കുഞ്ഞു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ. ഇത് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള നല്ല സ്പേസ് ഉണ്ട് ഇവിടെ. ഇതൊരു തൂക്കുപാലാണ്. ഇതിൻ്റെ മോളും മോനുമാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു പാർക്കും അതുപോലെ കുറച്ച് ഗാർഡനൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി പേര് വരാനുണ്ട്. ഇതിപ്പോൾ എൻ്റെ കൂടെ പഠിച്ച മുഹമ്മദാണ്. അവൻ്റെ ഫാമിലി 4 കുട്ടികളാണ് അവനുള്ളത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ എല്ലാവരും കൂടുതൽ വിശദമായിട്ട് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടെ പഠിച്ച ബോയ്സാണ് കേട്ടോ. ഇവരൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് കാലമായി ഞങ്ങൾ പരസ്പരം കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു, ഫാമിലിയെക്കുറിച്ചും ജോലിയെക്കുറിച്ചൊക്കെ. അപ്പോൾ ഒരുപാട് സന്തോഷം തന്നെയായിരുന്നു ഞങ്ങളുടെ ഈ ഗെറ്റ് ടുഗദർ. കാരണം ഒരുപാട് നാളായിട്ട് കാണാതിരിക്കുന്നവരെ കാണാനും വിശേഷങ്ങൾ കൈമാറാനും ഒക്കെ പറ്റി. ഇവിടെ ഒരു ചെറിയ ഹാൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടൊന്നും അല്ല കേട്ടോ വന്നത്. കുറേ പേരൊക്കെ ഫാമിലി ആയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും അവരുടെ അനുഭവങ്ങളും വിശേഷങ്ങളും ഒക്കെ പരസ്പരം പങ്കുവെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ചങ്ങാതിക്കൂട്ടത്തിൻ്റെ ഒരു ഗെറ്റ് ടുഗദറിൽ പങ്കെടുക്കുന്നത്. ഇതിനു മുമ്പ് ഒന്നും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ശരിക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ അത്. അപ്പോൾ വെറും ഒരു സാധാരണ വാട്സപ്പ് ഗ്രൂപ്പ് അല്ല കേട്ടോ ഈ ചങ്ങാതിക്കൂട്ടം. ഞങ്ങൾ ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചടങ്ങ് ഇവിടെ തുടങ്ങി. അപ്പോൾ എല്ലാവരും പരസ്പരം അവരുടെ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവെച്ചു. ഞങ്ങൾക്ക് ശരിക്കും നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ അത്. പഴയ 10ാം ക്ലാസ്സിലേക്ക് തിരിച്ചു പോയൊരു ഫീലായിരുന്നു. അപ്പോൾ ഇത് ഞാനും തന്നെ എൻ്റെ വിശേഷങ്ങളൊക്കെ അവരുമായിട്ട് പങ്കുവെച്ചു. പിന്നെ ഞങ്ങൾക്കൊരു വിശിഷ്ട അതിഥി കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കവിയും കലാകാരനുമായ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും കവിതകളും ഞങ്ങളുമായി പങ്കുവെച്ചു. ജീവിതം നഷ്ടക്കണക്കിന്റെ ശിഷ്ടം ഇഷ്ടപ്പെടുന്നു നാദ്യം, പിന്നെ നഷ്ടക്കണക്കു കൂട്ടുന്നു. അതിനുശേഷം വിജയികളായ കുട്ടികൾക്ക് മൊമൻറ്റോ കൈമാറി. എല്ലാ വിഷയത്തിനും A+ കിട്ടിയ കുട്ടികൾക്ക് ക്യാഷ് അവാർഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ ആ ഒത്തുചേരൽ. അപ്പോൾ നമ്മൾ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതുപോലുള്ള സൗഹൃദ കൂട്ടായ്മയൊക്കെ നിലനിർത്തുകയാണെങ്കിൽ നമുക്കത് ഒരുപാട് സന്തോഷം കിട്ടും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ആ ഫോട്ടോസൊക്കെ ഇപ്പോൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലെ ഒരുപാട് സൗഹൃദ കൂട്ടായ്മയൊക്കെ. അപ്പോൾ അതിൻ്റെ മെമ്മറീസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും സൗഹൃദ കൂട്ടായ്മ നിലനിർത്തുക. നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ് അത്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ഇനിയിപ്പോൾ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും അടിക്കാം കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്